എഐയിലാണ് പുതിയ സാധ്യതകൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് എല്ലാവരും എഐ പഠിച്ചു തുടങ്ങിയായിരിക്കും. അപ്പോൾ നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തായിരുന്നു എങ്ങനെ എഐ പഠിച്ചു തുടങ്ങണം. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞായിരുന്നു എഐ പഠിക്കാൻ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് പൈത്തൺ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഫ്രീ ആയിട്ട് പൈത്തൺ പഠിച്ചു തുടങ്ങാം, കംപ്ലീറ്റ്ലി ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യാം, ഇത് ഫ്രീ റിസോഴ്സ് വെച്ച് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു ചാനൽ. സോ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് W3 സ്കൂൾസ് എന്ന വെബ്സൈറ്റാണ്. ഇത് ഫ്രീ ആണ്. സോ ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ ബിഗിനർ ആയിട്ടുള്ള ആളുകൾക്കുള്ളതാണ്. നിങ്ങൾക്ക് പൈത്തണിൽ ഒന്നും അറിയില്ല, നിങ്ങളത് ബേസിക് ആയിട്ടുള്ളത് ട്രെയിൻ ചെയ്ത് എക്സസൈസുകൾ തന്ന് ഇതിലുള്ള കൺസെപ്റ്റുകൾ കൂടെ പഠിക്കാനുള്ള, നിങ്ങൾക്ക് തന്നെ സെൽഫ് സ്റ്റഡി ചെയ്യാനുള്ള ഒരു മെറ്റീരിയലാണിത്. സോ ഇതിൽ നിങ്ങൾക്ക് കാണാം പൈത്തൺ എന്നുള്ളത്. സോ ഈ ഒരു ഇൻ്റർഫേസ്, ഇതിൽ നിങ്ങൾ ഇതിൻ്റെ സിൻടാക്സുകളും പ്രധാന കോഡുകളും കാര്യങ്ങളും എല്ലാമാണ് ഇതിലുണ്ടാവും. ഇതിൽ ഓരോ സെക്ഷനും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഒരു മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്ത് കുറേ കൂടെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് ഈ പൈത്തൺ ട്യൂട്ടോറിയൽ. ഇതിൽ ട്രൈ ഇറ്റ് യുവർ സെൽഫ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇനി പുതുതായിട്ടൊന്നും നിങ്ങൾ ഒരു കാര്യം റൺ ചെയ്ത് നോക്കാനോ ഒന്നിനും വേണ്ടി നിങ്ങൾ പുതുതായിട്ടൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതെടുത്ത് ഇതിലിപ്പോൾ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഹലോ കേരള എന്നാക്കിയാൽ ഇവിടെ റൺ ചെയ്താൽ ഇവിടെ അതിൻ്റെ ഔട്ട്പുട്ട് വരും. സോ ഈ ഒരു ഇൻ്റർഫേസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഇൻ്റർഫേസ് റെഡിയാക്കൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം. പക്ഷേ നിങ്ങൾ ആദ്യം പൈത്തൺ ബേസിക്സ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ സിൻടാക്സ് കാര്യങ്ങൾ, ഓരോ സിൻടാക്സും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നെല്ലാം നിങ്ങൾ പഠിക്കുക. സോ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ സിൻടാക്സ് മുതൽ തുടങ്ങിയാൽ മതി. ഇപ്പം സിൻടാക്സ് എന്താണ്, ഒരു പൈത്തൺ സിൻടാക്സ്, അതുപോലെ എന്താണ് ഇൻഡൻറ്റേഷൻ, അതുപോലെ തന്നെ പൈത്തൺ കമൻറ്റ്സ്, വേരിയബിൾസ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ക്ലാസ്സിന്, അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിന് തൊട്ട് മുമ്പുള്ള അറേ അല്ലെങ്കിൽ ലാംഡ, ഈ ലാംഡ ഫംഗ്ഷൻ വരെ നിങ്ങൾ പഠിക്കുന്ന ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് നിങ്ങൾ പഠിക്കേണ്ട കാര്യം തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കുറച്ച് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ലെവലിലുള്ളതാണ്. സോ ലാംഡ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻസ് വരെയൊക്കെ, ഫംഗ്ഷൻ ഇൻക്ലൂഡിങ് ഫംഗ്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഡേറ്റ്സ്, മാത്ത്, ജേസൺ, റിജക്ട്സ്, ഇത്തരം കാര്യങ്ങളെല്ലാം പഠിക്കുക. അപ്പോൾ ഈ ക്ലാസ് ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, ഈ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് ഇനീഷ്യൽ ഭാഗത്ത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സെക്ഷൻസും എടുത്ത് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നതാണ്. ഇനി വരുന്ന വീഡിയോസ് നമ്മളത് ചെയ്ത് തുടങ്ങും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കമൻറ്റോ ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അയക്കുക. താങ്ക് യു.